അപ്പൊ ഈ ഗുണനിലവാരം നിലനിർത്തുന്ന നമ്മുടെ സൂചിക ആയുഷ് പ്രീമിയം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ചിലപ്പോ അതിനെ അതിന്റെ അബ്രിവിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആയുഷ് എന്നത് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധൌഷധം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഒക്കെയാണ്. അതായത് ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികളാണ് ഈ ആയുഷ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ആയുഷ് എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ ഇത് കൊടുക്കുന്നത് ആരാണ്? ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒരുപാട് സർട്ടിഫിക്കേഷനുകൾ അല്ലാതെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ലാബുകളൊക്കെ ഇപ്പൊ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നല്ല ലാബ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അശ്വിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബുണ്ട്. ആ ലാബാണ് ഏറ്റവും നല്ല ലാബ്. കാരണം അത് NABL എന്ന് പറഞ്ഞിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് ഈ അശ്വിനി ലാബ്. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമാണ്. അപ്പൊ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംവിധാനത്തിൽ വെറുതെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻ കിട്ടുമോ? പല ആളുകളും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ഇത് ഏറ്റവും പുതിയ ആളുകൾക്ക് അല്ലെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന, ചിലപ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്താൽ കിട്ടൂലേ? ഇന്ത്യ മഹാരാജ്യത്ത് സാധാരണ ഒരു ഉള്ള ഒരു സംസാരമാണ്, സാധാരണ ഉള്ള സംസാരമാണ്, പൈസ കൊടുത്താൽ എന്തും കിട്ടും. അങ്ങനെ പൈസ കൊടുത്താൽ കിട്ടുന്നതല്ലേ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? പൈസ ഉണ്ടെങ്കിൽ ഒന്നും നടക്കല്ലോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ ഈ കാറ്റഗറിയിൽ ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങളുണ്ട്. പല പല കമ്പനികളുടെ ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഉള്ളിടത്ത് ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ, രണ്ട് സർട്ടിഫിക്കേഷനുകളുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ആണ്, ഒന്ന് പ്രീമിയം. ഈ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും പ്രീമിയം സർട്ടിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്ത് സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് ഉപയോഗിക്കാൻ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത, അത് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷന്റെ ക്വാളിറ്റികളെല്ലാം, മാനദണ്ഡങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പുറമെയായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻസ് കൂടി പാലിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പൊ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിലുള്ളപ്പോ അതിൽ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വെറും 250 മാത്രം ഉൽപ്പന്നങ്ങൾക്കാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ 500 മേലെയുള്ള, 500 അടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ളൂ. അതായത് പ്രീമിയവും സ്റ്റാൻഡേർഡും കൂടി കൂട്ടിയിട്ടുള്ള, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 500 അതിൽ 250 മാത്രമേ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ളൂ. എവിടെയാണ്? ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങള് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന കൂട്ടത്തിലേക്ക്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ IAS IPS ഒക്കെ പറയും പോലെ,
ലക്ഷക്കണക്കിന് ആളുകൾ ജോലി എടുക്കുന്നവരുണ്ട്, കോടിക്കണക്കിന് ആളുകൾ ജോലി എടുക്കുന്നുണ്ട്. അതിൽ എത്ര IPS കാരുണ്ട്, എത്ര IAS കാരുണ്ട്, എത്ര IFS കാരുണ്ട്, ഇല്ലേ? അപ്പൊ അതെല്ലാ ആളുകൾക്കും പറ്റാത്തത് കൊണ്ടല്ലേ കുറെ ആളുകൾ ശ്രമിക്കാറുണ്ട്, പക്ഷെ ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് അതിന് അത്രയും റെയർ ആയിട്ട്, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഒരു നാടൻ ചൊല്ലുണ്ട്, നഞ്ചെന്തിനാണ് നന്നായി. അതുപോലെ നല്ല ഉൽപ്പന്നങ്ങൾ കുറച്ച് മതി. ഈ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വെറുതെ പറയണമെന്നില്ല. ഇതേ QCIയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. ആയുഷ് സർട്ടിഫിക്കേഷൻ സ്കീമിന്റെ അണ്ടറിലായിട്ട് ലിസ്റ്റ് ഓഫ് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ നോക്കുക എത്രത്തോളം ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇനി സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും പറഞ്ഞാൽ മതി, നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അതിന്റെ വലുപ്പം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് കേരളത്തിലേക്ക് ഒന്ന് ചുരുക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആയുർവേദ കമ്പനികളുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെയുള്ള, കണ്ടംകുളത്തി ആര്യവൈദ്യശാല പോലെയുള്ള, ദേശീയ ആയുർവേദ ഫാർമസി പോലെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. എന്നാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. കണ്ടംകുളത്തിയുടെ ഏലാതി ലേഹ്യവും ഏലാതി ക്യാൻഡിയും, ഈ രണ്ട് ഉൽപ്പന്നങ്ങൾ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ച സമയത്ത് അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു, കണ്ടംകുളത്തിയുടെ ഏലാതി ലേഹ്യത്തിനും ക്യാൻഡിക്കും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നു. ഈ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക്, ഏത് രാജ്യങ്ങളിലേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ പാക്കിംഗ് പോലും പൊട്ടിച്ച് പരിശോധിക്കാൻ എയർപോർട്ടുകളിൽ പോലും പാടില്ല. അങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തില് ഒരു പരസ്യം കൊടുത്തു. പരസ്യമോ വാർത്തയോ, കണ്ടംകുളത്തിയുടെ ഏലാതി ലേഹ്യത്തിനും അംഗീകാരം. അപ്പൊ മാർക്കറ്റിൽ വെറും രണ്ട് ഉൽപ്പന്നങ്ങൾ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയതിനെ അവര് പത്രത്തിൽ പരസ്യം കൊടുത്ത് അത് ആഘോഷിക്കുകയാണെങ്കിൽ, 22ഓളം ഉൽപ്പന്നങ്ങൾക്ക്, 23 ഉൽപ്പന്നങ്ങൾക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയും അതിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമ്മളും എന്താ ചെയ്യേണ്ടത്? അവര് പത്രത്തിൽ പരസ്യം കൊടുത്തു വെറും രണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലുണ്ടേ? അപ്പോ ഈ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള നമ്മൾ അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ കയ്യിൽ നമ്മൾ പറയാറുണ്ട്, ഒരു കഥയുണ്ട്, ആ കഥ ഒരു യാചകന്റെ കഥയാണ്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കാലങ്ങളായിട്ട് യാചിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അവരെന്നും യാചിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഒരു തൊഴിലായിട്ട് അതിനെ
മാറ്റും. അതായത് സാധാരണ ഒരു യാചന എന്ന് പറയുന്നത് ചിലപ്പം അവർക്ക് ജീവിക്കാൻ മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് യാചിക്കുക. ചില ആളുകൾ ഈ യാചന ഒരു തൊഴിലാക്കി മാറ്റും. അങ്ങനെ ഒരാള് യാചന തൊഴിലാക്കി മാറ്റിയ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരുപാട് കാലങ്ങളായിട്ട് അയാള് ആളുകളുടെ മുമ്പിൽ യാചിച്ചുകൊണ്ട് അവര് കൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ടാണ് ജീവിതം ചെലവഴിച്ചത്. അങ്ങനെ ജീവിതം ചെലവഴിച്ച് ജീവിതം അവസാനമായപ്പോ അവര് അയാള് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് മരിച്ചുപോയി. ആ മരിച്ചു പോയ സമയത്ത് ആളുകള് അദ്ദേഹത്തിന്റെ എന്തായാലും ശവസംസ്കാരം നടത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ പോയി. അവിടെ പോയ സമയത്ത് അയാൾ അവിടുന്ന് മാറ്റിയ സമയത്ത് അയാൾ ഇരിക്കുന്ന ഭാഗം, ആ ഇരിക്കുന്ന ഭാഗം ഒരു ഷീറ്റ് വിരിച്ചിട്ടായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. ആ ഇരിക്കുന്ന ഭാഗത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. അങ്ങനെ ആ തിളങ്ങുന്നത് കണ്ട സമയത്ത് അവിടെ കുഴിച്ചു നോക്കിയപ്പോ അയാള് അവിടുന്ന് ഒരു നിധി കിട്ടി എന്നുള്ളതാണ് കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ചുരുക്കമാണ് നിധികുംഭത്തിന് മുകളിലിരുന്ന യാചകനെ കുറിച്ചുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ അവിടെ അവർ ആ കുഴിച്ചു നോക്കിയ സമയത്ത് നിധി കിട്ടി എന്നുള്ളത്. അതായത് അയാൾ അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് യാചിച്ചുകൊണ്ടിരുന്നത്. നമ്മളിൽ പല ആളുകളും ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും ആളുകളോട് പറയാനൊരു മടി. എന്റെ കയ്യിൽ ഇന്ന ഉൽപ്പന്നങ്ങളുണ്ട്, ഞാൻ വിൽക്കുന്നത് വെൽനസ് ആണ്, ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളാണ് എന്ന് അടിയുറച്ച് പറയാൻ പറ്റാതെ തപ്പി തപ്പി കളിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരോട് ആർജവത്തോടു കൂടി പറയാം. ആ വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ഈ ഉൽപ്പന്നങ്ങളുടെ അത്ര ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നങ്ങളും, ഗുണനിലവാരമുള്ള ഒരു ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ല എന്ന് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന സർട്ടിഫിക്കേഷനാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയുർവേദത്തിന്റെ ഈറ്റില്ലമാണ് ഭാരതം എന്ന് പറയുന്നത്. ചരക സംഹിത എന്ന ആയുർവേദത്തിന്റെ ബൈബിൾ ഉണ്ട്. ആയുർവേദത്തിന്റെ ബൈബിൾ അല്ലെങ്കിൽ ഖുർആൻ എന്നൊക്കെ പറയുന്നത്, അതായത് ആയുർവേദത്തിന്റെ എന്തൊക്കെയാണോ ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുർ എന്നാൽ ജീവൻ, ജീവിതം, വേദം, ശാസ്ത്രം. ആ ഒരു ആയുർവേദത്തിന്റെ ജീവിതത്തിന്റെ, ജീവന്റെ ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുകൂടി. അപ്പൊ ഈ ആയുർവേദം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചരക സംഹിത, ആ ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള കൂട്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പം, അതായത് നേരത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പല ആളുകളും ചോദിക്കും, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്, മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ, ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മോഡേൺ മെഡിസിൻ തന്നെ വേണ്ടേ? കയ്യോ കാലോ മുറിഞ്ഞും കാഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആയുർവേദം ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ വെക്കുന്നത് വെൽനസ് ആണ്. ഒന്ന്, രോഗം വന്ന രോഗികളെ തേടി പോവാതെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആളുകളെ തേടി പോകണം. നിങ്ങൾ ഇപ്പൊ രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ എക്സസൈസ് ചെയ്യുന്നു, പല പല രീതിയിലുള്ള ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു. അതൊക്കെ ആരോഗ്യം സംരക്ഷിക്കാനുണ്ടായിട്ടാണ്. അതായത് ആരോഗ്യം സംരക്ഷിക്കണമെന്ന ബോധമുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ബോധമുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരെ തേടി പോകേണ്ടതാണ് നമ്മൾ. വെൽനസ്, രോഗം വരാതെ നോക്കുക. ഇനി രോഗിയായി പോയ ഒരാൾ നിർഭാഗ്യവശാൽ
ഒരാൾ രോഗിയായി പോയി, ശരി, നമ്മുടെ പല ഉൽപ്പന്നങ്ങളും അതിന്റെ ഗുണനിലവാരം കൊണ്ട് ചില രോഗങ്ങൾക്കെല്ലാം ശമനമായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അതിന് ഗുണം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ വിൽക്കുന്നത് വെൽനെസ് ആണ് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചരക സംഹിത പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള, നേരത്തെ ശസ്ത്രക്രിയനെ കുറിച്ച് പറഞ്ഞു, അതെ. അപ്പൊ കൈയോ കാലോ പൊട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരി, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ തന്നെ പോകും. അവിടെയാണ് നമ്മൾ വെൽനെസ് പറയേണ്ടത്. രണ്ട്, ആയുർവേദത്തിൽ പോലും പറയപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ഭാഗത്തൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം നമുക്ക് ആധികാരികമായിട്ടുള്ള ആയുർവേദ രേഖ എന്ന് പറയുന്നത് ചരക സംഹിതയാണ്. ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാലേ നമുക്ക് ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിൽ തന്നെ അതിന്റെ പ്രിസർവേറ്റീവ്സ് പോലും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച അളവിൽ മാത്രമേ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം സംശയം, പ്രിസർവേറ്റീവ് എന്തിനാണ്? പ്രിസർവേറ്റീവ് വേണം. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ലേ? നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്ര ദിവസം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും? ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല കേട്ടോ പറയുന്നത്, പുറത്ത് വെച്ചു, റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്ര ദിവസം? 24 മണിക്കൂർ അല്ലെ 48 മണിക്കൂർ മാക്സിമം, അല്ലെ? എന്നാൽ നമ്മുടെ ഉൽപ്പന്നങ്ങള് എന്ത് പാക്ക് ചെയ്തിട്ടുള്ള ഫുഡുകളായാലും, പാക്കേജ് ഫുഡുകളായാലും, അല്ലെ പാക്കേജ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അത് കേടുവരാതെ നോക്കണമെങ്കിൽ അതിന് പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കണം. നിർബന്ധമായിട്ട് ഉപയോഗിച്ചേ പറ്റും. ഇല്ലെങ്കിൽ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കേടുവരും. അപ്പൊ ഈ പ്രിസർവേറ്റീവുകൾ ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടെങ്കിൽ, അത് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ കേടുവന്നു പോകും. അപ്പൊ അതിന് ഈ പ്രിസർവേറ്റീവുകൾ കെമിക്കലുകളാണ്. പക്ഷെ അവിടെയുണ്ട്, നമ്മൾ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ, കപ്പ കഴിച്ചിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? എന്നാൽ കപ്പയിൽ സയനൈഡ് ഉണ്ടല്ലോ. കപ്പ കഴിച്ചിട്ട് പൂള, കപ്പ എന്നൊക്കെ പറയുന്ന ഇല്ലേ? ആ ഒരു കപ്പ കഴിച്ചിട്ട് ആരെങ്കിലും മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? എന്നാൽ മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് കൊല്ലാൻ കാരണമാകുന്ന സയനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള രാസവസ്തു കപ്പയിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അളവിലൊരു വ്യത്യാസമുണ്ട്. ആ അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് കപ്പ കഴിച്ചാൽ മനുഷ്യന് ഒന്നും സംഭവിക്കാത്തത്. അപ്പോ അതുപോലെ തന്നെയാണ് പ്രിസർവേറ്റീവുകൾ കാണുന്ന സമയത്ത്, അയ്യോ ഇത് ഭയങ്കര കെമിക്കലാണല്ലോ, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പടി മരിച്ചു പോവും എന്ന് കരുതരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് പല സ്ഥലത്തും ഉണ്ട്, എന്തെങ്കിലും ഒന്ന് കാണുന്ന സമയത്ത്. പക്ഷെ അതിന്റെ അളവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രിസർവേറ്റീവിന്റെ അളവുകൾ വളരെ നോമിനലായിട്ട് നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ആണെങ്കിൽ മാത്രമേ അതിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച അളവിൽ മാത്രം പ്രിസർവേറ്റീവ് ഉപയോഗിക്കുകയും, ആ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങള് പ്രീമിയം സർട്ടിഫിക്കേഷനോട് കൂടി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അത് ലോകത്തെ പല രാജ്യങ്ങളിലേക്കും, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് നമ്മുടെ കമ്പനി ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയത്? കാരണം സ്റ്റാൻഡേർഡും പ്രീമിയവും തമ്മിൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവുകൾ തന്നെ വലിയ വ്യത്യാസം. അപ്പൊ എന്നാ സ്റ്റാൻഡേർഡ് പോരെ, പ്രീമിയം വേണം? ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എളുപ്പമുള്ള പ്രോസസ്സാണ് എന്നാരും കരുതരുത്. ആദ്യം തന്നെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ, ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ, ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ, ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ വേണം. അത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് സൂര്യ ഹെർബൽസും മുൾട്ടാണി ഫാർമസ്യൂട്ടിക്കൽസും ആണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്.
അപ്പൊ ഈ സൂര്യ ഹെർബൽസും മുൾട്ടാനി ഫാർമസ്യൂട്ടിക്കൽസും അവർ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അവർക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, കിട്ടണം. കാരണം ആ ഫാക്ടറിയുടെ പ്രത്യേകത അവിടെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഓട്ടോമേറ്റഡ് ആണ് എന്നുള്ളതാണ്. മനുഷ്യന്റെ ഇടപെടലുകൾ അതിന്റെ ഇടക്ക് വേണമെന്നില്ല. ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നേരെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് മെഷീനിൽ സംഭവിച്ചുകൊള്ളും. ഇൻഗ്രീഡിയൻസുകളെല്ലാം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ, അതിന്റെ റോ മെറ്റീരിയലുകൾ, ആ റോ മെറ്റീരിയലുകളെല്ലാം ജൈവ വളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കണം. അതിലും രാസവളങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഈ ഈ ഉൽപ്പന്നങ്ങളുടെ ഇൻഗ്രീഡിയൻസുകളെല്ലാം ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കണം. അതിന്റെ മേലെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ അടുത്ത് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാൻസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളും ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഇല്ല. അതിന് കാരണം പൂർണ്ണമായിട്ടും അത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളല്ല. ഉദാഹരണമായിട്ട് ഒരു പ്രൊഡക്റ്റ് ന്യൂട്രിലൈഫിന്റെ 3 ഫ്ലേവർ ഉണ്ട്, വാനില ഉണ്ട്, മാംഗോ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഈ 3 ഉൽപ്പന്നങ്ങൾക്കും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കില്ല. കാരണം അതിലുള്ള എല്ലാ കണ്ടന്റുകളും ആയുർവേദത്തിൽ പറഞ്ഞതല്ല. ചില കണ്ടന്റുകൾ, അല്ലാത്ത കണ്ടന്റുകൾ ഉണ്ട്. അതൊരു കംപ്ലീറ്റ് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഏത്? നമ്മുടെ ന്യൂട്രി ലൈഫ് എന്ന് പറയുന്ന ഉൽപ്പന്നം. ന്യൂട്രിഷൻസ്, വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, സിങ്ക്, അയൺ, കാൽഷ്യം, പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ പൗഡർ, നമ്മുടെ ന്യൂട്രി ലൈഫ്, അതിന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കില്ല. എന്നാൽ പ്രോട്ടീൻ പൗഡറിന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഫുഡ് പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഒന്നിൽ ഈ ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള അല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈസി ആയിട്ട് ലഭിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഒരു ഉൽപ്പന്നത്തിന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കണം എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നേരെ ഇവർ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് മാർക്കറ്റിലേക്ക് ആ ഉൽപ്പന്നങ്ങൾ എത്തി, അറ്റ്ലീസ്റ്റ് 2 ബാച്ചുകളായെങ്കിലും ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തി ആളുകൾ അത് ഉപയോഗിക്കണം. അതെന്തിനാ ആളുകൾ ഉപയോഗിക്കുന്നത്? ആളുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് ആളുകൾ ഉപയോഗിക്കുന്നത്? ഒരു സാധനം നമ്മൾ ആ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മളത് കൊടുത്താൽ പോരെ? ആ ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെ നോക്കി സർട്ടിഫിക്കേഷൻ തന്നാൽ പോരെ? ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വെറുതെ ഇരിക്കുന്ന ആളുകളല്ല. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഞാൻ ഒരു ഉൽപ്പന്നം ഇറക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ആ ഉൽപ്പന്നം ഇറക്കണമെങ്കിൽ എന്റെ കമ്പനിക്ക് വേണം ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ. മീൻസ് എന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ വേണം. ഞാൻ ശരി, സൂര്യ ഹെർബൽസിന്റെ അടുത്ത്, അല്ലെ നമ്മുടെ മുൾട്ടാണിയുടെ അടുത്ത്, അതുപോലെയുള്ള വേറെ കമ്പനികൾ. അപ്പൊ ആ കമ്പനികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കമ്പനിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു. എന്റെ ഉൽപ്പന്നമുണ്ട്, ആയുഷിന്റെ സർട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ ഉൽപ്പന്നമാണ്, ഇത് നിങ്ങൾ അടിച്ചു ചേർക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഞാനും കമ്പനിയും തമ്മിൽ, ആ ഒരു മാനുഫാക്ചറിങ് കമ്പനിയും തമ്മിൽ അഗ്രിമെന്റ് വെക്കുന്നു. ആ അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കുന്നു, ശരി, എന്റെ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഒരു 1000 പീസ് ഈ ഉൽപ്പന്നം ഇറക്കാൻ പോകുന്നു, 1000 യൂണിറ്റ് ഉൽപ്പന്നം ഇറക്കാൻ പോകുന്നു. ഞാൻ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ തരുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഞാൻ അറിയിക്കുന്നു, എന്റെ ഈ ഉൽപ്പന്നം ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവാണ്. ഇത് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്തതാണ്. ഇത് ഇത്ര യൂണിറ്റ് ഉണ്ട്. ഓക്കെ,
1000 യൂണിറ്റ് ആണെങ്കിൽ 1000 യൂണിറ്റ്, 1000 യൂണിറ്റ് ആണെങ്കിൽ 1001ാമത്തത് എനിക്ക് അടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ 1000 യൂണിറ്റ് അടിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ വിവരങ്ങൾ അറിയിച്ചു. ശരി, അങ്ങനെ ഞാൻ ഈ ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആ മാനുഫാക്ചറിങ് കമ്പനിയോട് പറയുന്നു. ആ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിന്റെ ഫോർമുല അടക്കം ആര് കൊടുക്കണം? ഞാനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പേ ഇതിന്റെ ഒരു സാമ്പിൾ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആളുകൾ വന്നിട്ട് അവിടെ നിന്നും കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം, ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ എന്തൊരു സാധനം, ഇപ്പൊ നമ്മുടെ ഫുൾ ബോഡി സ്കാനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യും, ECG എടുക്കും. അപ്പൊ അതൊരു വെള്ള പേപ്പറിലാണ് ഈ ECG എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പോലുള്ള ഒരു പേപ്പറിലാണ് ECG ഉണ്ടാവുക. അപ്പൊ ആ ECG എടുക്കുന്നുണ്ടാവും, ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്കാനിങ് നടത്തും. ആ സ്കാനിങ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഫിംഗർ പ്രിന്റ് എന്നാണ് അതിന് പറയാം. ആ ഒരു ഫിംഗർ പ്രിന്റ് അവർക്ക് ലഭിക്കും, ഉൽപ്പന്നത്തിന്റെ ഫിംഗർ പ്രിന്റ്. ഓക്കെ, ആ ഫിംഗർ പ്രിന്റ് അവർക്ക് ലഭിക്കും. ആ ഫിംഗർ പ്രിന്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അതിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാവും. ആ ഫിംഗർ പ്രിന്റ് അവർ സൂക്ഷിക്കും. അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ആ ഫിംഗർ പ്രിന്റ് സൂക്ഷിക്കും. പിന്നീട് മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറങ്ങുകയാണ്. മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറങ്ങി നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ ഞാനാണ് ഇറക്കിയത്, പക്ഷെ ഞാൻ അറിയാതെ പല സ്ഥലങ്ങളിൽ നിന്നും, ഞാൻ പറയാണ് ഇന്ന ഏരിയയിലൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ മൊത്തം ഇവിടെ വേണമെങ്കിൽ കൊടുക്കും. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ശരി, എന്നാലും ടാർഗറ്റ് മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടാർഗറ്റ് മാർക്കറ്റിൽ പോയിട്ട് ഞാൻ പോലും അറിയാതെ ഇതിൽപ്പെട്ട ഏതെങ്കിലും സാമ്പിളുകൾ അവര് തന്നെ നേരെ വാങ്ങുകയാണ്. അവര് ഏതെങ്കിലും സാമ്പിൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വാങ്ങുന്നു. അവര് വാങ്ങിയിട്ട് ആ ഉൽപ്പന്നത്തിനും അവര് അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു വെക്കുന്നു. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 3-4 സ്ഥലത്തിൽ നിന്നെങ്കിലും, അത് അവരുടെ ഇഷ്ടമാണ്, അവര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്യും, ഈ ഉൽപ്പന്നങ്ങൾ എടുക്കും. അതപ്പോ ഒരു ബാച്ച് നമ്പർ ഉണ്ടാവും. ആ ബാച്ച് നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതേ ബാച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാച്ച് നമ്പർ വ്യത്യസ്തമായിട്ട് കൊടുക്കുവോ? ഇല്ല. ബാച്ച് നമ്പർ, സെയിം ബാച്ച് നമ്പർ അടുത്ത ഒരു ബാച്ചിന് കൊടുക്കുവോ? അതും ഈ മാനുഫാക്ചർ ചെയ്യുന്ന ആള് ചെയ്യില്ല. കാരണം അവിടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ അവരുടെ ക്വാളിറ്റി QC ചെക്കർമാരുണ്ടാവും. അപ്പൊ അവര് എന്ത് ചെയ്യില്ല, ആ ഒരു മാൽ പ്രാക്ടീസ് ചെയ്യില്ല. അപ്പൊ ഇതിൽ പല ആളുകളുടെയും ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഇതൊക്കെ കൂട്ടി പറയുന്നത്. അപ്പോ അങ്ങനെ കൊടുക്കുന്ന ഉൽപ്പന്നം, അതായത് അങ്ങനെ പല സ്ഥലത്തു നിന്നും സാമ്പിൾ എടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഫിംഗർ പ്രിന്റുകൾ ചെക്ക് ചെയ്യും. അങ്ങനെ 2 ബാച്ചുകൾ കറക്റ്റ് ആയിട്ട്, ഏറ്റവും ചുരുങ്ങിയത് 2 ബാച്ചുകളിലെങ്കിലും ഉള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യും. രണ്ടാമത്തെ ബാച്ച് ഇറങ്ങുന്ന സമയത്ത് ഇതേ പ്രൊസീജിയർ ചെയ്യണം. ഞാൻ എന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന ബ്രാൻഡിലുള്ള ഇന്ന പേരിലുള്ള ഉൽപ്പന്നം ഇത്ര പീസ് ഞാൻ രണ്ടാമത് ഇറക്കുകയാണ്. ശരി, അത് ഇറക്കി. അങ്ങനെ 2 ബാച്ചുകളിലുള്ള ഉൽപ്പന്നങ്ങൾ അവർ പല സ്ഥലത്തു നിന്നും എടുത്ത് പരിശോധിച്ചതിന്റെ ഫലമായിട്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരേ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ മാത്രം, അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ആ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ മാത്രമാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പൊ ഒരിക്കൽ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്വാളിറ്റിയിലോ കോംപ്രമൈസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതല്ലേ, എന്നാൽ നമുക്ക് തോന്നിയോണം ഉണ്ടാക്കാം, അല്ലെ ലാഭം കൂട്ടി മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, അങ്ങനെ ഒരാൾക്ക് തോന്നിയാലോ? അവിടെയാണ് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ പ്രത്യേകത. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുക, ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക ഒരു ബാച്ചിന് മാത്രം. നിങ്ങൾ ഇറക്കാൻ പോകുന്ന ഒരു ബാച്ചിന് മാത്രമേ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോ പിന്നീട് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ആയുഷിന്റെ, അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആളുകളെ പിന്നീട് ഞാൻ അറിയിക്കുകയാണ്, QCIയിൽ അറിയിക്കുകയാണ്. ഞാൻ ഇനി അടുത്തത് ഞാൻ ഇറക്കാൻ പോകുന്നത് ആ ഉൽപ്പന്നത്തിന്റെ ഒരു 10,000 പീസുകൾ ഞാൻ ഇറക്കാൻ പോകുന്നു. ഞാൻ അറിയിച്ചു. ശരി, എനിക്കത് ഇറക്കാം. അപ്പൊ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ എനിക്ക് തന്നു കേട്ടോ. ആ പ്രീമിയം സർട്ടിഫിക്കേഷൻ അതിൽ അടിക്കാം. പക്ഷെ ആ ഉൽപ്പന്നം എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു സാമ്പിള്
എടുത്തിട്ട് ചെക്ക് ചെയ്യും. അപ്പോ നോക്കുന്ന സമയത്ത് പുതിയ ബാച്ചാണ്, പുതിയ സാധനമാണ്, ഓട്ടോമേറ്റഡ് മെഷീനാണ്. ചിലത് മാത്രം ഒരേപോലെ, മറ്റു ചിലത് വേറെ പോലെ, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഉൽപ്പന്നം എടുത്ത് നോക്കി അത് ചെക്ക് ചെയ്തതിന് ശേഷം, അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അത് നോക്കുന്ന സമയത്ത് സെയിം പഴയ ഫിംഗർ പ്രിന്റ് തന്നെയാണ് ശരി. ഉൽപ്പന്നം പോട്ടെ മാർക്കറ്റിലേക്ക്. ഈ മാർക്കറ്റിലേക്ക് ഉൽപ്പന്നം പോയി. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, ഓ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ പണി നിർത്തും, ഇവർ ചെക്ക് ചെയ്യില്ല. നമ്മൾ അറിയാതെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലുമായിട്ട് ഇവര് ഈ ഉൽപ്പന്നങ്ങൾ സാമ്പിളുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഈ ചെക്കിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കും. എവിടെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഫിംഗർ പ്രിന്റിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ അവിടെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത ചരിത്രം പല ഉൽപ്പന്നങ്ങൾക്കും ഉണ്ട്. പല ഉൽപ്പന്നങ്ങളും ഇങ്ങനെ മാൽ പ്രാക്ടീസ് ചെയ്തിട്ട് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കട്ട് ചെയ്തതുണ്ട്. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള. ഇനിയോ കട്ട് ചെയ്താൽ പിന്നെ അടുത്ത ബാച്ചിന് നേരെ അപ്ലൈ ചെയ്താൽ കിട്ടുമല്ല, പിന്നെ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങണം. നമ്മള് മറ്റേ സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കൂണിയും കളിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പാമ്പ് വിഴുങ്ങി കഴിഞ്ഞാൽ എവിടെ എത്തുക? ഏറ്റവും താഴെത്തും അല്ലെ? അപ്പൊ അതുപോലെ ഈ ഒരു മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പിന്നെത്തും? സീറോയിലെത്തും. വീണ്ടും രണ്ടാമത് ഈ പറഞ്ഞ പ്രൊസീജിയറുകളെല്ലാം തുടങ്ങും. ഇതാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അത് നിലനിർത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് അടുത്ത പ്രോസസ്സും കൂടിയാണ്. അപ്പോ അങ്ങനെയും ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെയും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നിട്ട് നമുക്ക് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ മടി. ഞാൻ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെ പറഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് ധരിക്കും? ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുറിച്ച് എന്ത് ധരിക്കും എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ധാരണ, ബോധ്യം എനിക്കുണ്ട്. അവരൊരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല. കൊടുത്തു നോക്ക്. നിങ്ങൾ ഒന്നോ രണ്ടോ ഉൽപ്പന്നങ്ങൾ കൊടുത്തു നോക്കൂ. ആ കൊടുത്തു നോക്കിയതിന് ശേഷം അവരതിനെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക. പിന്നെ നമ്മൾ ഓവറായിട്ട് കമ്പനി പറയാത്ത നമ്മുടെ കയ്യിൽ നിന്നും എടുത്തിട്ട കാര്യങ്ങൾ, പ്രോമിസുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. ഒന്ന്, രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അസുഖങ്ങൾ മാറാൻ ഉള്ള ഒറ്റമൂലിയാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരിക്കുക. പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ലീഡേഴ്സോ നമ്മുടെ കമ്പനിയോ ഒന്നും നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിൽ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കാതെ, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവർക്ക് പാസ് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ അസുഖങ്ങൾ ഭേദമാവും എന്ന് പറയുന്ന ഉറപ്പല്ല, ഉറപ്പാവാൻ പാടില്ല. കാരണം അത് രണ്ട് രീതിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചോളൂ. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും, ഈ ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിച്ചോളൂ നിങ്ങളുടെ രോഗം ഭേദമാവും എന്ന് പറയുന്നതും രണ്ടാണ്. ആ രണ്ടാമത് പറഞ്ഞ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അത് ദൈവീകമാണ്. അതായത് നിങ്ങൾക്ക് ഭേദമാവും എന്ന് പറയുന്നത് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതറിയാം. ആ ദൈവീകതയിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ സാധാരണ ഡോക്ടർമാര് പറയുന്നത് പോലെ അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന ആളുകൾ പറയുന്നത് പോലെ നമ്മൾ കൊടുക്കുന്നത് വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ വെൽനസ് അഡ്വൈസർമാരാണ്. അതായത് അഡ്വൈസർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ, ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുക. എന്താ ഉപദേശം? ഉപദേശം എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കലാണോ? അല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അവരോട് പറഞ്ഞു കൊടുക്കുക, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, നിങ്ങളുടെ അസുഖങ്ങൾക്ക്
അത് ചിലപ്പോൾ ഒരു പരിഹാരമാവാം എന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഒരു ഉറപ്പും ഒരു ഉൽപ്പന്നത്തിനും നമ്മൾ കൊടുക്കാതിരിക്കും. കാരണം അത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും, പലർക്കും തോന്നും, നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൊടുക്കുന്നത് ഇത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഉറപ്പ് കൊടുത്താല്. എന്റെ സാറേ, ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടർമാരും ഇവിടെ പ്രമുഖമായിട്ട് കടന്നു പോയിട്ടുള്ള പല ഇനി ഏത് ചികിത്സാ മേഖലയിൽ വൈദ്യമായാലും മറ്റായാലും ഒക്കെ നിൽക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ പോലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിനോട് നിങ്ങളുടെ രോഗം ഞാൻ മാറ്റിത്തരാം, 100% ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഗുളിക അല്ലെങ്കിൽ ഉൽപ്പന്നം എന്തായാലും ഈ മരുന്നായാലും ഇത് ഉപയോഗിച്ചോളൂ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദാ നിങ്ങളുടെ രോഗത്തിനുള്ള ഫലമായി എന്നുള്ള ഉറപ്പ് ആരെങ്കിലും ഏതെങ്കിലും നല്ല ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആ രീതിയിൽ ചെയ്യുന്ന ആളുകൾ കേട്ടിട്ടില്ല. കാരണം ഇത് മനുഷ്യന്റെ ശരീരമാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോ സാധനങ്ങളും ഓരോ ആളുകളുടെ ശരീരത്തിൽ പല രീതിയിലാണ് ഭവിക്കുക എന്നുള്ളത്. ഞാൻ 2-3 പ്രാവശ്യം ഇപ്പം സംസാരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് പോലെ എന്ന് പറയാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ യാത്ര ചെയ്ത സമയത്ത് തണുത്തത് ഞാൻ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇന്നലെ രാത്രി തണുത്ത വെള്ളം നന്നായിട്ട് കുടിച്ചു. അപ്പൊ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറുങ്ങനെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം. എന്നാൽ തണുത്ത വെള്ളം ഐസ് തിന്നാ പ്രശ്നമില്ലാത്ത ആളുകളില്ലേ എന്റെ മുമ്പിൽ? ഇല്ലേ? ഉണ്ട്. അപ്പോ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓരോരുത്തരുടെയും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും ഒരാളോടും നിങ്ങൾ 100% പൂർണ്ണമായിട്ട് ഇത് ഭേദമാവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഉൽപ്പന്നങ്ങളിൽ നിങ്ങൾ 100% വിശ്വസിക്കുക. ഈ ഉൽപ്പന്നങ്ങളാണ് ശരിക്കും നിങ്ങളെ നാളെ മൈ ലൈഫ് ബിസിനസിന്റെ ഉന്നതിയിലെത്തിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അത് കൊടുക്കുകയും ചെയ്യാം. ഉപയോഗിക്കാത്ത ഒരാളും ഉൽപ്പന്നം കൊടുക്കരുത് കേട്ടോ. ഉപയോഗിക്കാത്ത ഒരാളും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിൽക്കരുത്. കാരണം അത് സക്സസ് ആവും. ചില ആളുകളുണ്ട് വെറും കച്ചവടക്കാരെ മാതിരി ഉള്ള ഒരു പരിപാടി. കച്ചവടക്കാര് ഒരിക്കലും ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടല്ല കച്ചവടം ചെയ്യുക. അവരുടെ മുമ്പിലുള്ളത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള സാധനം കച്ചവടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? സാധനങ്ങൾ വിൽക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കുക. എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യം ആരോഗ്യത്തോടു കൂടി നിൽക്കണം. നാട്ടുകാരെ നിങ്ങൾ നന്നാക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ശരീരം നിങ്ങൾ സംരക്ഷിക്കണം, നന്നാക്കണം. അപ്പോ അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗിച്ച ആളുകൾ മാത്രം, വീണ്ടും എടുത്ത് പറയുന്നു, ഉപയോഗിച്ച ആളുകൾ മാത്രം മറ്റുള്ളവർക്ക് കൂടി റെക്കമെൻഡ് ചെയ്യുക. കാരണം മൈ ലൈഫിന്റെ ബിസിനസ് തലയിൽ നിന്ന് പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് പറയും. നിങ്ങൾ സത്യം മാത്രം പറഞ്ഞു, നിങ്ങൾ ഒന്നും ഉണ്ടാക്കി പറയേണ്ട, ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഉൽപ്പന്നത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി ബിസിനസിന്റെ കാര്യത്തിലും ഒക്കെ സത്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗവുമാണ് നമ്മൾ മനസ്സിലാക്കുക. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പോലെ ഒരു കമ്പനി മറ്റൊന്നുമില്ല. അങ്ങനെ മൈ ലൈഫ് പോലെ ആവാൻ ശ്രമിക്കുന്ന ഒരുപാട് കമ്പനികൾ നമ്മളെ ചുറ്റുമുണ്ടെങ്കിൽ ആ മൈ ലൈഫിന്റെ ഒറിജിനൽ ആളുകളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടുന്ന് ചിലപ്പം അക്കരെ പച്ച തേടി പല കമ്പനികളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് മൈ ലൈഫ് പോലെയുള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾ എന്നുള്ളത്. എന്നോട് കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞു, ഞാൻ മൈ ലൈഫാ ചെയ്യുന്ന പറയുമ്പോൾ എന്റെ കമ്പനി മൈ ലൈഫ് പോലെയുള്ളതല്ല എന്നാ പറഞ്ഞു. അപ്പോ മൈ ലൈഫ് പോലെ എന്ന് പറഞ്ഞാൽ മൈ ലൈഫിനെ കമ്പയർ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ, നെറ്റ്വർക്ക് അറിയുന്ന എല്ലാ ആളുകൾക്കും മൈ ലൈഫിനെ അറിയാം. അത്രയും പോപ്പുലർ ആണ് ഈ കമ്പനി. അപ്പൊ അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൂടുതൽ ഞാൻ സമയം എടുക്കുന്നില്ല. എനിക്ക്